ഹായ് എവരിബഡി. നമ്മുടെ സ്പ്ലെൻഡോറിൻ്റെ പുതിയ ഓഫീസ് വരുന്നത് TB ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മളുടെ പരിപാടിക്ക് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് അച്ഛനാണ് അവിടെ വന്നത്. അപ്പോൾ അന്നേരം ചെറിയൊരു ബ്ലെസ്സിങ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ ഗ്രാൻഡായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. നമ്മുടെ അച്ഛനെയാണ് നമ്മൾ വിളിച്ചത്, പള്ളിയിലത്തെ അങ്കമാലി പള്ളിയിലെ. അപ്പോൾ അതുപോലെ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടകളിൽ എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നില്ലെങ്കിൽ പോലും പലപ്പോഴായിട്ട് അന്നത്തെ ദിവസം നമ്മുടെ ഓഫീസിൽ വരികയും നമ്മൾ ക്ഷണം സ്വീകരിച്ച് വരികയും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലി താങ്ക്സ് ടു നമ്മുടെ ബിൽഡിംഗ് ഓണർ അഡ്വക്കേറ്റ് ജോസഫ് സാറിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് താഴെയുള്ള ഡെൻ്റൽ ക്ലിനിക്ക് ഇവരുടെ സഹോദരങ്ങളുടെ തന്നെയാണ് ഓരോ ബിൽഡിങ്ങിലും ഓരോ ഇതിനകത്തും ഇത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും എല്ലാവർക്കും നമ്മളെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. നമ്മളുടെ വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ആണ് നമ്മളുടെ ഓഫീസ്. എല്ലാവരും സെക്കൻഡ് ഡോറിലേക്കാണ് വന്നുകൊണ്ടത്, ഫസ്റ്റ് ഡോറിൽ വന്നാൽ മതി. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് നഴ്സിംഗ് അഡ്മിഷൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾസോ സ്റ്റഡി അബ്രോഡ്, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് എല്ലാ കൺട്രീസും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡാണ്. കാര്യം ഇപ്പോഴത്തെ കറൻറ്റ് ഇതനുസരിച്ച് നമ്മൾ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയയാണ് കുറച്ചും കൂടെ സേഫായിട്ട് ഉള്ള ഒരു കൺട്രി എന്ന് പറയുന്നത്. പിന്നെ ഈ പറയണം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ന്യൂസിലാൻഡ് വന്നിട്ട് ജോലിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇപ്പോൾ ന്യൂസിലാൻഡ് പഠിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ന്യൂസിലാൻഡ് സെറ്റിലാവാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല വൈഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ ഓസ്ട്രേലിയക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ട്രാൻസിറ്റ് കൺട്രി എന്നോണമാണ് നമ്മൾ ന്യൂസിലാൻഡ് എല്ലാവരും വരുന്നതും പഠിക്കുന്നതും. പിന്നെ നമ്മളൊക്കെ ന്യൂസിലാൻഡിൽ നിൽക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ന്യൂസിലാൻഡ് ആയതുകൊണ്ട് നമ്മളൊക്കെ ന്യൂസിലാൻഡിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ ഇപ്പം ഞാൻ പേഴ്സണലി അറിയാം ഒത്തിരി പേര് ഓസ്ട്രേലിയക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ മാനേജറിൻ്റെ റൂമാണ് ഈ കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ IELTS നമ്മൾ ഓഫ്ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സമ്മർ ക്ലാസ്, അതായത് നമ്മുടെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മർ ക്ലാസ്, സ്പീക്കിങ്ങും ഇതെല്ലാം പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മർ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇതിനകത്ത് PTയും UKVയും ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് എല്ലാവരും നമ്മൾ